പ്രിയ സ്നേഹിതരെ, കുരിശിലെ 3 മണിക്കൂറോളം നീണ്ടുനിന്ന ദയനീയമായ വേദനകൾക്കിടയിൽ ക്രിസ്തു 7 വചനങ്ങൾ പറയുന്നതായി സുവിശേഷകർ രേഖപ്പെടുത്തുന്നു. അവൻ്റെ മുഴുവൻ ദൈവികതയും പുറത്തു വരുന്ന വചനങ്ങളായിരുന്നു അത്. കുരിശിലെ ആദ്യത്തെ 3 വചനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മറുപടികളാണ്. തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി ക്ഷമയാചിക്കുന്നു, കള്ളന് പറുദീസ വാഗ്ദാനം ചെയ്യുന്നു, അമ്മയ്ക്ക് അഭയമായി ഒരു മകനെ കൊടുക്കുന്നു. തുടർച്ചയായി 3 മറുപടികൾക്ക് ശേഷം ക്രിസ്തുവിന് അതകന്ന് പുറപ്പെടുന്നത് ഒരു ചോദ്യമാണ്. കുരിശിലെ മഹാവേദനയിൽ അവൻ ആകെ ഒരു ചോദ്യം മാത്രമേ പങ്കുവയ്ക്കുന്നുള്ളൂ: എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന നിലവിളിയുടെ ചോദ്യം. മനുഷ്യർ എന്തിനു തന്നെ പീഡിപ്പിച്ചുവെന്ന് ചോദിച്ചില്ല, എന്തുകൊണ്ട് ശിഷ്യന്മാർ ഓടിപ്പോയെന്ന് ചോദിച്ചില്ല, എന്തുകൊണ്ട് കുരിശിൻ്റെ ഭാരം ഏറ്റെടുക്കേണ്ടി വന്നു എന്ന് ചോദിച്ചില്ല, എന്തുകൊണ്ട് പീലാത്തോസ് തന്നെ മരണത്തിന് വിധിച്ചുവെന്ന് ചോദിച്ചില്ല, എന്തുകൊണ്ട് ബറാബസിന് പകരം തന്നെ മോചിപ്പിച്ചില്ല എന്ന് ചോദിച്ചില്ല, തൻ്റെ ജനം എന്തുകൊണ്ട് ഉപേക്ഷിച്ചുവെന്നും ചോദിച്ചില്ല. ചോദിച്ചതൊരു കാര്യം മാത്രം: എൻ്റെ ദൈവം, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? മറ്റാരേക്കാൾ, മറ്റെന്തിനേക്കാൾ ക്രിസ്തുവിനെ നൊമ്പരപ്പെടുത്തിയത് ദൈവം തന്നെ ഉപേക്ഷിച്ചുവെന്ന് തോന്നല. സ്നേഹിക്കുന്ന ഒരാൾ ഉപേക്ഷിക്കുന്നതിനേക്കാൾ വലിയ വേദനയൊന്നുമില്ലെന്നേ. ആർക്കു വേണ്ടി ജീവിക്കുന്നുവോ അവൻ നമ്മൾ ഉപേക്ഷിച്ച് കളയുമ്പോൾ എന്തുകൊണ്ടെന്നൊരു ചോദ്യം കരപാതകം തറച്ച ആണികളേക്കാൾ വേദനയോടെ നെഞ്ച് തറഞ്ഞുകൊള്ളുക തന്നെ ചെയ്യും. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ചോദ്യങ്ങൾ രൂപപ്പെടുന്നത് പതറുന്ന, ഇടറുന്ന ചില അവസ്ഥകളിലാണ്. യേശു മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി കടന്നു വന്നവരാ. ഇപ്പോൾ അവനൊരു ചെറിയ ചോദ്യം ഉന്നയിക്കുമ്പോൾ അവന് മറുപടി ലഭിക്കുന്നില്ല എന്നതാ ഏറ്റവും സങ്കടകരം. ശത്രുക്കൾ നഗ്നനാക്കിയപ്പോൾ, പടയാളികൾ കൈകളിലും കാലുകളിലും ആണികൾ തറച്ചപ്പോൾ, യഹൂദജനം താഴേക്കിറങ്ങി വന്നാൽ വിശ്വസിക്കാമെന്ന് പരിഹസിച്ചപ്പോൾ, സഹകുറ്റവാളി നിന്ദിച്ചപ്പോഴൊക്കെ താൻ ആർക്ക് വേണ്ടിയാണ് ത്യാഗം അനുഭവിച്ചത്? ആ ദൈവത്തിൻ്റെ നിശബ്ദത, തിരസ്കാരം അവനെ വല്ലാതെ തളർത്തിക്കളയുകയാണ്. എപ്പോഴും ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ ആഗ്രഹിച്ച ആ മകൻ ഇപ്പോഴിതാ ആ പിതാവിനെ ദൈവമേ എന്ന് വിളിക്കുക. മനുഷ്യരുടെ ക്രൂരതയേക്കാൾ, ഏറ്റവും കഠോരമായ ദുരന്താനുഭവങ്ങളെക്കാൾ ഒരുവൻ്റെ ജീവിതത്തെ തളർത്തുന്ന ദൈവത്തിൻ്റെ തിരസ്കാരം തന്നെയാണ്. ദൈവത്തിൻ്റെ അസാന്നിധ്യത്തേക്കാൾ വലിയ പ്രലോഭനമൊന്നുമില്ലെന്നേ. ക്രിസ്തുവിൻ്റെ ആ ചോദ്യത്തിന് ദൈവം മറുപടിയൊന്നും നൽകുന്നില്ലെങ്കിലും ആ മകൻ തന്നെ സ്വയം ഒരു ഉത്തരം കണ്ടെത്തുകയാണ്: എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന മറുപടിയിലൂടെ. പിതാവ് തന്നെ ഉപേക്ഷിച്ചാലും താൻ ആ പിതാവിനെ ഉപേക്ഷിക്കില്ല എന്ന് ഉറപ്പായിരുന്നു ആ മറുപടി. ഇതിനേക്കാൾ ഉദാത്തമായ മറ്റെന്ത് മാതൃക നമുക്ക് വേണ്ടത്? ദൈവം നമ്മെ ഉപേക്ഷിച്ചുവെന്ന് തോന്നുന്ന സങ്കട നേരത്തെങ്കിലും സ്വന്തം ജീവിതത്തെ ദൈവകരങ്ങൾ സമർപ്പിക്കുവാനുള്ള കരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. ആമേൻ.